ഹലോ മൈ ഡിയർ സോൾമേറ്റ്സ്. നമുക്കിന്ന് രണ്ട് ഫ്ലവേഴ്സിന് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്ന ഒരു ഫ്ലവർ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ സ്വഭാവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് റോസിലേക്ക് നമുക്ക് പോകാം. ഈ വ്യക്തിയുടെ സ്വഭാവം ഒളിച്ചുകളിയാണ്. ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ്. ഒന്നും സത്യം പറയത്തില്ല. നിങ്ങൾ ഫോൺ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ തന്നെ പറയും ഞാൻ പുറത്താണെന്ന് പറയും. എന്ത് കാര്യത്തിനും നുണ പറഞ്ഞുകൊണ്ടിരിക്കും. പറയുന്നതൊന്നും ശരിയല്ല, എല്ലാം കള്ളമാണ്. നിങ്ങളറിയാതെ നിങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് സംസാരിക്കുകയും അത് കുളവാക്കാനുള്ള പല കാര്യങ്ങളും ഗൂഢാലോചന ചെയ്യുകയും ചെയ്യും. എന്നാൽ നിങ്ങളുടെ വളരെയധികം സ്നേഹിതനായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിയെ ട്രസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് 2 തവണ ആലോചിക്കുന്നത് നന്നായിരിക്കും. അവർ നിങ്ങളുടെ ഫ്രണ്ടൊക്കെ തന്നെ, നല്ല സൗഹൃദമൊക്കെയാണ് നിങ്ങൾ തമ്മിലുള്ളത്. പക്ഷേ നിങ്ങളറിയാതെ അവർ പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അതൊക്കെ വാട്സപ്പ് സ്റ്റോറി, ഇൻസ്റ്റ സ്റ്റോറി ആയിട്ടൊക്കെ ഇടുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളെ ഇൻസ്റ്റഗ്രാമിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ എപ്പോഴും ഫോണ് ലോക്കായിട്ട് തന്നെ ആയിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കുക. നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അയ്യോ ഇപ്പോൾ എനിക്ക് ഫോൺ തരാൻ പറ്റത്തില്ല, ഇതിൽ ബാറ്ററി ചാർജ് ഇല്ല, അല്ലെങ്കിൽ ഇതിൽ ബാലൻസ് ഇല്ല, അങ്ങനെ നുണ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ അവരുടെ ഫോണിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങളെ കാണിക്കുകയോ എടുക്കുകയോ ഒന്നും തന്നെ ചെയ്യത്തില്ല. എപ്പോഴും ഹൈഡിങ് ആണ്. ഇപ്പം എവിടെ പോയി, എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ചാലും കറക്റ്റായിട്ടുള്ളൊരു മറുപടി അവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യമേ ഇല്ല. അവരങ്ങനെ പറയത്തുമില്ല. അതുപോലെ തന്നെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞ് ഇവർ ഫുൾഫിൽ ചെയ്യത്തില്ല, മൊത്തം പറഞ്ഞ് തീർക്കത്തില്ല ഇവർ. അതുപോലെ തന്നെ ഇവർ നിങ്ങളെ ഒഴിവാക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. കാരണം നിങ്ങൾക്ക് ഹേർട്ട് ചെയ്യാത്ത പോലെയാണ് പറയുന്നത്. അത് അയ്യോ എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാവേ. പക്ഷേ ഇവർ നിങ്ങളെ പിന്നെ വിളിക്കും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കും. പക്ഷേ ഈ വ്യക്തി നിങ്ങളെ വിളിക്കത്തില്ല. പക്ഷേ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയണം, എടുക്കണം. നിങ്ങളെ ജീവിതത്തിൽ ഒരുപാട് നല്ല വ്യക്തിയായിട്ട് നിൽക്കും. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് ദ്രോഹം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഈ ഫസ്റ്റ് റോസ് സെലക്ട് ചെയ്തവരുടെ റീഡിംഗ് ആണ് ഇപ്പോൾ കേട്ടത്. ഇനി നമുക്ക് സെക്കൻഡ് റോസിലോട്ട് പോവാം. ഈ ഒരു റോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തേർഡ് പാർട്ടീസ് എപ്പോഴും ദാരിദ്ര്യം നിറഞ്ഞ സംസാരമായിരിക്കും പറയുന്നത്. അയ്യോ എനിക്കൊന്നുമില്ലേ, ഞാനൊരു പാവപ്പെട്ടവളാണേ, എനിക്ക് ആരുമില്ലേ, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവരുടെ സ്വഭാവം ഒരു ഇത്തൽക്കണ്ണിയുടെ സ്വഭാവം പോലെയാണ്. വന്ന് പറ്റിക്കൂടി നിന്ന് നിങ്ങളുടെ ലവ് ബ്രേക്കപ്പ് ആക്കിയിട്ട് നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ കൂടെ കൂടും. എന്നിട്ട് അവർക്ക് പുതിയ ലൈഫ് ഉണ്ടാക്കും. അങ്ങനൊരു ടൈപ്പ് ഓഫ് ആൾക്കാരാണിവർ. ഭയങ്കര പാവം നടിച്ചിരിക്കും. ഞാനുണ്ടല്ലോ, ഒരു വഴക്കുണ്ടാവുകയാണെങ്കിൽ തന്നെ ഞാനൊന്നും തിരിച്ച് പറയത്തില്ല, ഞാനൊരു പാവമാണ്, ഞാൻ അങ്ങനെ ആരെയും ഒന്നും പറയത്തില്ല. ഇവരുടെ ഈ പാവത്തരവും ഓവറായിട്ടുള്ള ഇന്നസെൻസൊക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും തലകുത്തി വീഴും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ഫാമിലിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും ഇവർക്ക്. അതുപോലെ നിങ്ങളുടെ ലവറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളിൽ നിന്നും അടർത്തി എടുത്തുകൊണ്ട് പോകും. ഈ പാർട്ട്ണറിനെയൊക്കെ അടർത്തി എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ചെയ്യും? അവർക്ക് ഫാമിലി ഉണ്ടാക്കും. അപ്പം നിങ്ങളൊരു പന്ന ആൾക്കാരാണെന്ന് വരുത്തി തീർക്കും ഇവർ. മനസ്സിലായോ? അവരൊരു പാവമാണ് ഇവർ. പക്ഷേ പറയുന്നുണ്ട്. പക്ഷേ ഇവർ എങ്ങനെ എല്ലാവരെയും ഇങ്ങനെ ഷുഗർ കോട്ടിങ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംസാരമാണ്. അയ്യോ ഞാനൊരു പാവമാണ്. അതുപോലെ തന്നെ ഇവർ പറയുന്നത് വെച്ചാൽ അയ്യോ ഇങ്ങനെ എനിക്കിത് ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഉണ്ടല്ലോ ഞാൻ സ്വയം സൂയിസൈഡ് ചെയ്യും. അങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യും ഇവർ. ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുന്നൊരു കൈൻഡ് ഓഫ് ആൾക്കാരാണ് ഇവർ. മനസ്സിലായോ? ഞാൻ ചത്ത് കളയും, എന്നെ അങ്ങനെ ഒഴിവാക്കരുത്, എനിക്ക് ആരുമില്ലാത്തതല്ലയോ, അങ്ങനെ ഭയങ്കരമായിട്ട് ഇമോഷണൽ ഡ്രാമ കളിക്കും. അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ എന്തൊരു കരച്ചിൽ, അല്ലെങ്കിൽ എന്തൊരു അയ്യോ അവൾക്ക് അത്രയും വിഷമമായിട്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ അത്രയും വിഷമമായിട്ടായിരിക്കും, അങ്ങനെ വിചാരിക്കും. പക്ഷേ അല്ല, ഇതൊക്കെ അവരുടെ അടവാണ്. കൂടെ നിന്ന് നിങ്ങളെ ചതിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ ചെയ്യുന്ന ഒരു തരം ചതിയാണിവർ. മനസ്സിലായോ? നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്വർണവും പണവും ഒക്കെ ഇവരിങ്ങനെ ഊറ്റാൻ പറ്റും ഇവർക്ക്.
ഇവരുടെ ഈ ദാരിദ്ര്യം പറച്ചിലിൽ വീഴും ചിലവർ. എന്നിട്ട് എന്ത് ചെയ്യും, കയ്യിലിരിക്കുന്ന സ്വർണ്ണമോ പണമോ ഒക്കെ അങ്ങ് കൊടുക്കും. ഏറ്റവും അവസാനം ഇവർ തരുമോ? ഇല്ല. എത്ര ചോദിച്ചാലും ഇവർ തരത്തില്ല. ഇവർ മിണ്ടാതിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, വേറെ ഇവരുടെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കും. അയ്യോ അവളോട് എന്തിനാ നീ ഇങ്ങനെ പറഞ്ഞത്, അവളൊരു പാവമല്ലയോ, അവളൊന്നും പറയത്തില്ലെന്ന് പറയും. പക്ഷെ മറ്റുള്ളവരെ കൊണ്ട് ഇവർ പറയിപ്പിക്കും. മനസ്സിലായോ? ഇവൾ ഭയങ്കര പാവമാണ്, അവളൊരു ആരോടും ഒന്നും പറയത്തില്ല. പക്ഷെ ഇവൾ എന്ത് ചെയ്യും, മറ്റുള്ള ആൾക്കാരെ കൊണ്ട് നമ്മളെ ചീത്ത വിളിപ്പിക്കും, നമ്മളെ ഒറ്റപ്പെടുത്തിക്കും. എന്നിട്ട് ആരാവും, അവൾ ഒരു വിക്ടിം കാർഡ് കളിക്കും. അതാണ് സ്വഭാവം. ഇവർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. എന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് നമ്മളിപ്പം അത് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുക. നമ്മൾ അവരോട് ചോദിക്കുവാണെങ്കിൽ അവർ പറയുന്നതാ, അയ്യോ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയേ അല്ല, എനിക്കതിൻ്റെ ആവശ്യം എന്താണ്, അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അവസാനം ഇവർ ഈ ലോകത്തിൻ്റെ മുമ്പിൽ നല്ല ആൾക്കാരാണ്. വെള്ള വസ്ത്രമിട്ടൊരു മാലാഖയെ പോലെ നിൽക്കും. പക്ഷേ ഉള്ളിൽ നല്ല വിഷമുള്ള ജന്തുക്കളാണ്, വിഷമുള്ള ജന്തുക്കൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ജന്തുക്കളെ വീട്ടിൽ കയറ്റേ ചെയ്യരുത്, അകറ്റി തന്നെ നിർത്തണം. ഇതുപോലുള്ള കാർഡ് റീഡിങ്ങിന് വേണ്ടി പ്ലീസ് കമൻറ്റ് ബിലോ.